നിയുക്ത മന്ത്രി എൻ ഷംസുദ്ദീൻ വിപിൻ സി വിജയനോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഏത് വകുപ്പായാലും ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനങ്ങൾ എടുക്കും, പുതിയ കാലത്തിനനുസരിച്ചുള്ള ആശയങ്ങൾ നടപ്പാക്കണം, തികഞ്ഞ ആത്മവിശ്വാസം പ്രതീക്ഷയുമുണ്ട്, മുസ്ലിം ലീഗിനകത്ത് മന്ത്രിമാരെ തെരഞ്ഞെടുത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകുമെന്ന് എൻ ഷംസുദ്ദീൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഷംസുദ്ദീന് വിദ്യാഭ്യാസം എന്ന ആ പോർട്ട്ഫോളിയോ അവർ പ്രഖ്യാപിച്ചിട്ടില്ല, അത് പ്രഖ്യാപിക്കുന്നതിൽ ഔചിത്യ പ്രശ്നമുണ്ട് എന്നാണ് ഇന്നലെ ലീഗിന്റെ നേതൃത്വം പറഞ്ഞത്. എന്തായാലും എൻ ഷംസുദ്ദീന്റെ പ്രതികരണം ഒന്നാണ്. നിയുക്ത മന്ത്രി എൻ ഷംസുദ്ദീൻ 24-നൊപ്പം ചേരുകയാണ്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് ഒരു വെല്ലുവിളിയായിട്ടും തോന്നുന്നത്? ഞാൻ ചെറുപ്പം മുതലേ വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പോൾ പല വിധത്തിലുള്ള ചുമതലകൾ ഇതിനകം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം ഒരു നിയമസഭാംഗമായിരുന്നു മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള. അപ്പോൾ ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോഴാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ഇങ്ങനെ ഒരു ചുമതല കൂടി തന്നിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ഉത്തരവാദിത്തങ്ങളൊക്കെ പരമാവധി നീതിപൂർവം ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു ആശ്വാസത്തിനും സഹായത്തിനും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും ഒക്കെയാണ് ഉപയോഗപ്പെടുത്തിയത് എന്നതുപോലെ തന്നെയായിരിക്കും ഇപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ കൂടി ഭാഗമാവുകയാണ്. നമുക്ക് ലഭിക്കുന്ന മേഖലയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അത് കുറേ കൂടി എളുപ്പത്തിലും ആശ്വാസത്തിലും ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. പിന്നെ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ, പുതിയ ആശയങ്ങൾ ഒക്കെ നടപ്പാക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് മുന്നിൽ ഉള്ളത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് നമുക്കറിയാവുന്ന വകുപ്പുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഏതായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല. അത് സത്യത്തിൽ സാങ്കേതികമായിട്ട് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ അലോട്ട് ചെയ്ത് പ്രഖ്യാപിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ ആ വകുപ്പിൻ്റെ ചുമതലക്കാരനാവുന്നത്. അപ്പോൾ തീർച്ചയായും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം. ഇതിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും പരിഹരിച്ചു, ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്നുള്ളതാണോ? അതെ, ജനാധിപത്യ സംവിധാനത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തീരുമല്ലോ. പിന്നെ ഈ വിഷയത്തിലൊന്നും അങ്ങനെ ഒരു ലീഗിനകത്ത് അത്തരത്തിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ പിന്നെ ചാനലുകളിൽ അയാളെ നിർദ്ദേശിക്കുന്നു, കോഴിക്കോടിനൊന്നൊരു പ്രാതിനിധ്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്ന് രാവിലെയും കുറച്ച് പ്രതിഷേധങ്ങൾ. അല്ല, അങ്ങനെ അതൊക്കെ പിന്നെ എന്താ പറയാ, സംസാരിച്ച് പരിഹരിക്കാവുന്ന ഇഷ്യൂസ്. മണ്ണാർക്കാടിന്റെ MLA ആയിരുന്നു, അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ കേരളത്തിന് മൊത്തം മന്ത്രിയാവുകയാണ്. ഓക്കെ, തീർച്ചയായും ആ നിലക്കുള്ള ഉത്തരവാദിത്തം കൂടിയിട്ടുണ്ട്. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ അദ്ദേഹം ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയ്ക്കായി നീങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.